തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം 21-ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിർവഹിക്കും. 2024 നവംബറിൽ തുടങ്ങിയ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പുതിയ മന്ദിര ഉദ്ഘാടനമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2024 നവംബർ 24-ാം തീയതി ചെറിയ മിനിസ്റ്ററായിരുന്നു ശതാബ്ദിയുടെ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ ഭാഗമായി തന്നെ ബാങ്ക് ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഈ 1.5 വർഷത്തിനുള്ളിൽ നടത്തി കഴിഞ്ഞു. അന്ന് SRJ കുടുംബശ്രീ യൂണിറ്റുകളുടെ വിളംബര ഘോഷയാത്ര 1000-ൽ മേൽ വനിതകൾ അണിനിരുന്നുകൊണ്ടുള്ള ഘോഷയാത്രയോടെ ആരംഭിച്ചാണ് ശതാബ്ദിയുടെ ഉദ്ഘാടനം. അതിന്റെ ഭാഗമായി നാടകോത്സവം, വനിതകൾക്കായിട്ടുള്ള കൈകൊട്ടിക്കളി മത്സരം, അതുപോലെ തന്നെ യുവജനങ്ങൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസുകളാണ് ചെയ്തത്. അതിന്റെ ഭാഗമായി തന്നെ ജില്ലാതല ചെസ് ടൂർണമെന്റ്, എല്ലാ കായിക മേഖലകളിലെല്ലാം ചെറിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും 5000-ഓളം കുടുംബങ്ങൾക്ക് സൗജന്യമായി ഓണത്തിന് കിറ്റ് നൽകുന്ന പദ്ധതി, വനിതകൾക്കെല്ലാം സാരി നൽകുന്ന പദ്ധതി, ഇതെല്ലാം ശതാബ്ദിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നിട്ടുള്ളതാണ്. പൊതുനന്മ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിച്ചുകൊണ്ട് ആ വീടിന്റെ താക്കോൽ ദാനവും അതുപോലെ തന്നെ ശതാബ്ദിയിലെ സമാപനവും അന്ന് ഒന്നിച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് വരുന്ന 2 മാസങ്ങൾക്ക് ശേഷമാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ 100ാം വാർഷികത്തിന്റെ ഭാഗമായി 1925 രൂപീകരിച്ച തിരുനെല്ലൂർ ബാങ്കിന്റെ 100ാം വാർഷികം 2025 എത്തിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ശതാബ്ദി സ്മാരക മന്ദിരം ജില്ലയിലെ ഏറ്റവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ബാങ്ക് എന്ന രൂപത്തിൽ മാത്രം വലിയ സമുച്ചയം 7000 സ്ക്വയർ ഫീറ്റ് 2.5 കോടി രൂപ മുടക്കിക്കൊണ്ട് വളരെ അത്യന്താധുനിക സംവിധാനത്തിലാണ് ബാങ്കിന്റെ ശതാബ്ദി സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി സ്മാരക മന്ദിര ഉദ്ഘാടനം 21-ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിർവഹിക്കും. 2024 നവംബറിൽ തുടങ്ങിയ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പുതിയ മന്ദിര ഉദ്ഘാടനം. 7000 ചതുരശ്ര അടിയിൽ 2.5 കോടി മുടക്കിയാണ് പുതിയ മന്ദിര നിർമ്മാണം. എല്ലാ ആധുനിക സൗകര്യങ്ങളോടെയുമാണ് മന്ദിരം തുറക്കുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് DV വിമൽ ദേവ്, സെക്രട്ടറി P ജിജിമോൾ, ഭരണസമിതി അംഗങ്ങളായ M അജേഷ് മോൻ, P ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 7 വർഷം മുമ്പ് വരെ ക്ലാസ് 4 ഗ്രേഡിലായിരുന്ന ബാങ്ക് നിലവിൽ ലാഭത്തിലായി ക്ലാസ് 1 ഗ്രേഡിൽ ഓഡിറ്റ് ക്ലാസ് എയിലാണ് പ്രവർത്തിക്കുന്നത്. പുതിയ 2 ശാഖകളും തുറന്നിട്ടുണ്ട്. നീതി മെഡിക്കൽ സ്റ്റോർ, ജനസേവാ കേന്ദ്രം, ഡോക്ടേഴ്സ് ക്ലിനിക് എന്നിവയും ബാങ്കിന് കീഴിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 21-ന് 2:30 ബാങ്ക് അങ്കണത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അധ്യക്ഷയാകും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മന്ദിര ഉദ്ഘാടനം നിർവഹിക്കും. MLA മാരായ സജി ചെറിയാൻ, P പ്രസാദ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും.